നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത് 10ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ്. അതായത് ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങള്, അത് അടുത്തു വരുന്ന ആ യാഗത്തിനൊന്നിനും മനുഷ്യന്റെ ഹൃദയത്തിൽ, ഉള്ളിൽ, ആത്മാവിൽ, അതുപോലെ അവരുടെ ഒരിക്കലും അവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്നിരുന്നില്ല. അങ്ങനെ സൽഗുണപൂർത്തി വരുത്തിയിരുന്നു എങ്കിൽ ഒരിക്കലും യാഗം കഴിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ആ യാഗത്തിന്റെ ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു. അത് ചെയ്തു പോയ പാപത്തിന്റെ ഓർമ്മ അവരെ പിന്നെയും വേദനിപ്പിക്കുന്നു, കുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഈ യാഗം ആവശ്യമായി വന്നിരുന്നത്. അതുകൊണ്ട് അടുത്ത് വരുന്നവർക്ക് ഒരു കാലത്തും സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാത്ത യാഗങ്ങളായിരുന്നു മോശയുടെ ന്യായപ്രമാണ പ്രകാരം പൗരോഹിത്യ പ്രകാരം കഴിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അതിന്റെ അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ വായിച്ചു. അതിന്റെ 5ാമത്തെ വാക്യത്തില് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നല്ല, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ 6, 7 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ഇത് യേശുക്രിസ്തു പറയുന്നതായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, കൊട്ടേഷനിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഉദ്ധരണിയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമായത്. അപ്പോൾ അവിടെ പറയുന്നത്, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ആവശ്യകതയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നത്, ഈ മോശയുടെ ന്യായപ്രമാണം കഴിച്ചിരുന്ന യാഗങ്ങളിലൊന്നും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇതാ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ പുസ്തകച്ചുരുളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരുന്ന ദൈവത്തിന്റെ ഇഷ്ടം, ആ ഇഷ്ടം എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവത്തിന് മുൻ നിത്യതയിൽ തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം എന്താണ്? ആ ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ കാണുന്നു. ആ ഇഷ്ടം എന്ന് പറയുന്നത് യേശുവിനെ തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു. യേശുവിനെ തകർക്കുക എന്നുള്ളതായിരുന്നു പിതാവിന്റെ ഇഷ്ടം. അപ്പൊ യേശു ക്രിസ്തുവിനെ തകർക്കുക എന്ന പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നത് എന്നാണ് പ്രവചനഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. അപ്പോ ആ യേശു ക്രിസ്തു ഏത് ഇഷ്ടം ചെയ്യാനാണ് ഈ ഭൂമിയിൽ വന്നത്? അത് പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ആ ഇഷ്ടം എന്തായിരുന്നു? പിതാവിനെ, യേശുവിനെ കുറിച്ചുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, ആ പിതാവ് പുത്രനെ തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു പിതാവിന്റെ ഇഷ്ടം. അങ്ങനെ തകർക്കപ്പെടാൻ വേണ്ടിയാണ് നിന്റെ ഇഷ്ടം ചെയ്യാൻ, പിതാവിന്റെ ഇഷ്ടം എന്നെ ഇപ്പൊ യേശു ക്രിസ്തു പറയുവാണെങ്കിൽ പിതാവെ അവിടുത്തെ ഇഷ്ടം എന്നെ തകർത്ത് കളയുക എന്നുള്ളതായതുകൊണ്ട് ആ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്നാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. അങ്ങനെ യേശുവിനെ തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. ആ ഇഷ്ടപ്രകാരമാണ്, ആ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. ആ പിതാവിന്റെ ഇഷ്ടത്തിന്റെ, യേശുവിനെ തകർത്ത് കളയുക എന്ന പിതാവിന്റെ ഇഷ്ടത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഘട്ടങ്ങളുമാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളം യേശു ക്രിസ്തു അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആ ഇഷ്ടത്തിന്റെ ഏറ്റവും അവസാനത്തെ പിതാവിന്റെ ഇഷ്ടമായിരുന്നു യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഇഷ്ടത്തോടു കൂടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുക എന്ന ഇഷ്ടവും 3ാമത്തെ ദിവസം യേശുവിനെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ള ആ ഇഷ്ടവും തകർത്ത് കളയാന്നുള്ള ഇഷ്ടം ക്രൂശിൽ വെച്ച് അവസാനിച്ചു. ക്രൂശിൽ അത് നിവൃത്തിയായി. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പിതാവേ സകലം നിവൃത്തിയായി എന്ന് പറയുമ്പോൾ വ്യാപകമായ ഒരു അർത്ഥത്തിലാണ് യേശു ക്രിസ്തു പറയുന്നത്.
പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമായിരുന്നോ ആ കാര്യങ്ങളെല്ലാം നിവൃത്തിയായി എന്ന് പറയുമ്പോൾ തന്നെ, പിതാവേ, അങ്ങ് എന്നെ കുറിച്ച് ആഗ്രഹിച്ചിരുന്ന ഇഷ്ടം എന്താണോ ആ ഇഷ്ടം പൂർത്തിയായി എന്നുള്ള പ്രഖ്യാപനവും അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ ആ ഇഷ്ടം യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോടുകൂടി പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായും ചെയ്തു തീർത്തു. അങ്ങനെ ചെയ്തതിനാൽ അതിന്റെ അടുത്ത 8-ാമത്തെ വാക്യം വായിക്കുന്നു. 10-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കി കളയുന്നു. അപ്പോ രണ്ടാമത്തേത് ഒന്നാമത്തേത് പറയുമ്പോൾ, ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ആദ്യ നിയമം എന്നുള്ളത് മോശയുടെ ന്യായപ്രമാണമാണ്. അപ്പൊ ഒന്നാമത്തേതിനെ നീക്കിക്കളയുവാൻ എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണത്തെ അത് നീക്കിക്കളയല്ല, അത് യേശുക്രിസ്തു നീക്കാൻ വന്നതല്ല, നിവർത്തിക്കാൻ വന്നതാണെന്നാണ് യേശുക്രിസ്തു തന്നെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒന്നാമത്തേതിനെ അത് പൂർത്തിയാക്കാൻ വേണ്ടി രണ്ടാമത്തേതിനെ സ്ഥാപിക്കണമെങ്കിൽ രണ്ടാമത്തേത് സ്ഥാപിച്ചത് ഒന്നാമത്തേന്റെ യേശുക്രിസ്തു പൂർത്തിയാക്കിയ പൂർത്തീകരണത്തിൽ കൂടിയാണ് രണ്ടാമത്തേത് സ്ഥാപിച്ചത്. ആ രണ്ടാമത്തേതിനുള്ള പ്രത്യേകത അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങൾ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇപ്പം ന്യായപ്രമാണ പ്രകാരം എല്ലാ ദിവസവും യാഗങ്ങൾ നടന്നിരുന്നു. ആ യാഗങ്ങൾ നടത്തിയിരുന്നതെല്ലാം, യാഗങ്ങൾ ചെയ്തിരുന്നതെല്ലാം പുരോഹിതന്മാരാണ്. മഹാപുരോഹിതനല്ല, പുരോഹിതന്മാരാണ്. മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു യാഗം നടത്തിയിരുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം ആ രക്തവുമായി അതിവിശുദ്ധ പ്രവേശിച്ചിരുന്നു. എന്നാൽ ഈ പ്രാകാരത്തിൽ നാം നോക്കുകയാണെങ്കിൽ 365 ദിവസവും 24 മണിക്കൂറും അവിടെ യാഗങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കഴിച്ചിരുന്ന ഒരു യാഗങ്ങളും അടുത്തു വരുന്ന ആർക്കും പൂർണ്ണമായ സമാധാനം വരുത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു കഴിച്ച ഏകയാഗത്താൽ കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുമ്പോഴും കാത്തിരിക്കും. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുമ്പോഴും കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. ആരാണ് ശത്രുക്കൾ എന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യമായിട്ട് വരാം. ആരാണ് ശത്രുക്കൾ? നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, നാം ശത്രുക്കൾ ആയിരുന്നപ്പോൾ തന്നെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത് എന്ന് നമ്മൾ പഠിക്കണ്ടായി. റോമാലേഖനം നമ്മൾ പഠിക്കും. അപ്പോ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് പിശാചിന്റെ, അഥവാ നമുക്ക് ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഏദൻ തോട്ടം മുതൽ തുടങ്ങിയ മനുഷ്യവർഗത്തെ പാപത്തിൽ വീഴ്ച കളഞ്ഞ പിശാചിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആരൊക്കെയോ ഉണ്ടോ അവരെല്ലാവരും ഒരു വിധത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാത്ത, ദൈവത്തോട് ശത്രുതയുള്ളവരാണ്. ദൈവം തന്റെ സകല സൃഷ്ടികളോടും ദയാലുവാണ്. എല്ലാ മനുഷ്യരും ദൈവം സ്നേഹിക്കും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയുള്ള മനുഷ്യരെല്ലാം ദൈവത്തോട് ശത്രുത്വമുള്ളവരാണ്. അവർ തമ്മിൽ പാപനിമിത്തം
ശത്രുക്കളായിപ്പോയി. ആ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ആ ശത്രുക്കൾ കർത്താവിന്റെ പാദപീഠത്തിലാകണം എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ശത്രു എന്ന് പറയുന്നത് പാപം മനുഷ്യന്റെ ശത്രുവാണ്. ആ പാപം മൂലമുണ്ടാകുന്ന മരണം മനുഷ്യന്റെ ശത്രുവാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അപ്പോൾ മനുഷ്യൻ വർഗത്തിന്റെ ശത്രുവായിട്ട് നിൽക്കുന്നത് പാപം മൂലമുണ്ടാകുന്ന മരണം മനുഷ്യന്റെ ശത്രുവാണ്. അപ്പൊ ആ മരണത്തെ നീക്കാൻ, പാപം മൂലമുണ്ടാകുന്ന ആ മരണത്തെ നീക്കാനാണ് യേശുക്രിസ്തു വന്നത്. അത് യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ, ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ അത് സാധിക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ ശത്രുക്കളായി പോയ മനുഷ്യവർഗത്തെ കർത്താവിന്റെ പാദപീഠം ആകുവോളം യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ശത്രുക്കൾ തന്റെ പാദപീഠമാകുന്ന കാട്ടിൽ ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കും. യേശുക്രിസ്തുവിന്റെ ഏകയാഗം, ആ ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. ആർക്ക് വരുത്തി? വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കാണ് യേശുക്രിസ്തു സൽഗുണപൂർത്തി വരുത്തിയത്. യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ സൽഗുണപൂർത്തി വരുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കാണ്. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, അത് വിശുദ്ധീകരിക്കപ്പെടുന്നവർ എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർമാനമായി നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു ക്രിയാപദമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതല്ല. എങ്കിലും വർഷങ്ങൾക്ക് മുൻപ്, അല്ലെ ദിവസങ്ങൾക്ക് മുൻപ്, ആഴ്ചകൾക്ക് മുൻപോ മാസങ്ങൾക്ക് മുൻപോ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, ആ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ, പരമയാഗത്തിൽ വിശ്വസിച്ച് പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നുള്ള ഒഴിവ് ആ മനുഷ്യൻ ലഭിച്ചു. എന്നാൽ ഇന്ന് മുതൽ, ആ ദിവസം മുതൽ ആ മനുഷ്യൻ വീണ്ടും ഈ ഭൂമിയിൽ തന്റെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് അവന്റെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ദേഹിയുടെ താല്പര്യപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ള അവസരത്തെക്കാൾ സ്വന്തം ഇഷ്ടം ചെയ്യാനുള്ള അവസരം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പാപം ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ താല്പര്യമില്ലാതെ സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, സൽഗുണപൂർത്തിയിലേക്ക് അവൻ എത്താൻ കഴിയുന്നില്ല. കാരണം അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. ദൈവം സകല മനുഷ്യരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്, ഇപ്പോ നമ്മുടെ ദൈവത്തിന്റെ ഭവനത്തില് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പാപിനിയായ ഒരു സ്ത്രീയെ, വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ, മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലാൻ മാത്രം യോഗ്യത ഉണ്ടായിരുന്ന സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ എത്തുന്നു. അപ്പൊ യേശു പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീയെ ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? അവൾ പറയുന്നില്ല കർത്താവേ. യേശു പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു, ഇനി പാപം ചെയ്യരുത്. അപ്പൊ അന്ന് വരെ അവള് ദുർമാർഗത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവൾ ജീവിക്കാൻ യോഗ്യത ഇല്ലാത്തവളാണ്. പക്ഷെ യേശു അവളെ ന്യായപ്രമാണത്തിന്റെ അന്തസ്സത്തെ എന്ന് പറയുന്നത്, യഹൂദന്മാർക്ക് അല്ലെ ന്യായപ്രമാണം ആചരിക്കുന്നുവെന്ന് അവകാശപ്പെടുത്ത പരീശന്മാർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയി. യേശു പറഞ്ഞു, കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്, യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്തെന്ന് പോയി പഠിപ്പീനെന്ന് യേശു ക്രിസ്തു യഹൂദന്മാരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ
ഏറ്റവും വലിയ മനുഷ്യനോടുള്ള സമീപനത്തിന്റെ ഏറ്റവും വലിയ ഒരു വികാരം എന്ന് പറയുന്നത് കരുണയാണ്. അപ്പൊ ഈ സ്ത്രീയോട് യേശു ക്രിസ്തു ആ കരുണ കാണിച്ചു. അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. നേരെ മറിച്ച് അവളുടെ ഒരു കണ്ടീഷൻ വെച്ചു, ഇനി പാപം ചെയ്യരുത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇത് പാപത്തിന്റെ ക്ഷമ പ്രാപിച്ച് പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുന്ന ഏത് മനുഷ്യന്റെയും ഉത്തരവാദിത്വം ഇനി പാപം ചെയ്യരുതെന്നുള്ളത്. അപ്പൊ അങ്ങനെ പാപം ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട അവസ്ഥയല്ല രക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുന്ന ഒരു മനുഷ്യന് പോലും ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള ഒരവസ്ഥയിലല്ല അവൻ ആകുന്നത്. എന്ന് വെച്ചാൽ പാപം ചെയ്യണമെന്നല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഒരു യന്ത്ര മനുഷ്യനായിട്ടല്ല സൃഷ്ടിച്ചത്. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം ആദാമിന് കൊടുത്തിരുന്നു. ആ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിനൊരു കോൺസിക്വൻസ്, ആ തെരഞ്ഞെടുപ്പിന്റെ അനന്തര ഫലം എന്ത് സംഭവിക്കും എന്ന് ദൈവം പറഞ്ഞിരുന്നു. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന ആൾ നീ മരിക്കും. ഇപ്പം തിന്നരുത് എന്ന് പറഞ്ഞിട്ട് അതൊരു തിന്നാതിരിക്കാനുള്ള ഒരു പ്രൊവിഷൻ ദൈവം ആദാമിൽ വെച്ചില്ല. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇവൻ എത്ര ശ്രമിച്ചാലും തിന്നാതിരിക്കാനുള്ള ഒരു മതില്, ഒരു വേലി കെട്ടി, അങ്ങനല്ല. തിന്നരുത്, ഇത് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള റിസൾട്ട് അവനോട് ദൈവം ബോധിപ്പിച്ചാൽ. അതുപോലെ യേശു പറഞ്ഞു, രണ്ട് വഴി ഇതാ, ഇത് വഴി ഒന്ന് വീതിയുള്ള വഴിയാണ്, വിശാലമായ വഴിയാണ്, അതിൽ കൂടി പോകുന്നവർ അനേകരാണ്. അതിന്റെ അവസാനം എന്ന് പറയുന്നത് നരകമാണ്, നിത്യനാശമാണ്, നിത്യമരണമാണ്. എന്നാൽ വളരെ ഇടുക്കവും ഞെരുക്കമുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയുടെ അവസാനം നിത്യജീവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പാപം ചെയ്തതിന് ശേഷവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യരിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞിട്ടില്ല. മനുഷ്യൻ വേണമെങ്കിൽ ദൈവത്തിന് അങ്ങ് ചെയ്യാമായിരുന്നു. അതിൽ അങ്ങനെയുള്ള യന്ത്ര മനുഷ്യനെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടമാക്കി തീർത്തത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് ദൈവം താല്പര്യപ്പെടുന്നത്. സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തെ നിഷേധിക്കുകയല്ല, സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് ദൈവം താല്പര്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത്, വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കാണ് യേശുക്രിസ്തു സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തുന്നത്. അപ്പൊ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ട് താല്പര്യം. അത് ഒരു ദിവസം വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളത് അല്ല. ജീവിതകാലം മുഴുവനും ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട എല്ലാവരെക്കുറിച്ചും ദൈവത്തിനുള്ള ആഗ്രഹം അതേ പ്രതിമയായി, കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ രൂപാന്തരപ്പെടാൻ മനസ്സ് വെക്കുന്നവരെ, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാൻ മനസ്സ് വെക്കുന്നവർക്ക് യേശു ക്രിസ്തു സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുന്നു. അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അത് പരിശുദ്ധാത്മാവും 15-ാമത്തെ വാക്യമാണ്. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. 16-ാമത്തെ വാക്യം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു യേശുക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമത്തിന്റെ
ആ പുതിയ ഉടമ്പടിയുടെ ഈ നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തെറ്റായ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബൈബിളിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. നിയമം എന്ന് പറയുമ്പോൾ നിയമം എന്നല്ല, കവനന്റ് എന്നുള്ള വാക്കാണ് നിയമം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു കവനന്റാണ്, ഉടമ്പടിയാണ്. ഉടമ്പടിയിലുള്ള പ്രത്യേകത, ഉടമ്പടിയിൽ ഒരു കക്ഷി മാത്രമല്ല ഉള്ളത്, രണ്ട് കക്ഷികളുണ്ട്. ഇപ്പൊ നമ്മളൊരു വസ്തു മേടിക്കാൻ വേണ്ടി അതിന് എഗ്രിമെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഈ ഒരു എഗ്രിമെന്റില് രണ്ട് കക്ഷികളും ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെല്ലാം അംഗീകരിച്ച് അനുസരിച്ച് രണ്ടുപേരും ആ പ്രമാണത്തിൽ ഒപ്പുവെക്കുന്നുണ്ട്. ഈ ദൈവം, ഒരു കക്ഷി ദൈവവും ഒരു കക്ഷി ഞാനും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണ്. വ്യക്തിപരമായി ദൈവത്തെ അഭിമുഖീകരിക്കുന്ന ഓരോരുത്തരുമാണ് അതിൽ ഒരു കക്ഷി ദൈവം തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ എഗ്രിമെന്റ് അല്ല, ദൈവവും ഞാനും തമ്മിൽ ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കും, ഒരു കവനന്റിൽ പ്രവേശിക്കുകയാണ്. ഈ കവനന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ അവിശ്വസ്തനാണെങ്കിൽ എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ കവനന്റിൽ നിന്ന് എനിക്ക് പുറത്തു പോകാൻ എനിക്ക് കഴിയും. അല്ലെ, ഞാൻ അങ്ങനെ അനേകർ പുറത്തു പോകുന്നുണ്ട്. ദൈവമായിട്ട് ഉടമ്പടിയിൽ പ്രവേശിച്ചതിന് ശേഷം ആ കവനന്റിൽ നിന്ന്, ആ ഉടമ്പടിയിൽ നിന്ന് അനേകർ പുറത്തു പോകുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം എന്ത് പറഞ്ഞോ, എന്ത് ഉടമ്പടിയാണോ ദൈവം ഏത് ഉടമ്പടിയിലാണോ ഒപ്പുവെച്ചിരിക്കുന്നത്, ആ ഉടമ്പടിയിൽ നിന്ന് അണുവിട ഒരിക്കലും ദൈവം മാറത്തില്ല. ദൈവം എല്ലാ സമയത്തും താൻ പറഞ്ഞ ഉടമ്പടിയിൽ തന്നെ അവിടെ സ്ഥിരമായി ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ച മറ്റേ കക്ഷിക്ക് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തിന് ഉടമ്പടിയിൽ ദൈവം മാറ്റം പറ്റത്തില്ല. ഇവിടെ നമ്മൾ വായിച്ചത് 18-ാമത്തെ വാക്യം. എന്നാൽ 17-ാമത്തെ വാക്യം, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല. ഇത് ദൈവത്തിന്റെ ഒരു അരുളപ്പാടാണ്. ദൈവത്തിന്റെ കവനന്റിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഇനി നിങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാവും, നിങ്ങളുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. ദൈവം മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിച്ച പാപങ്ങൾ ഒരിക്കലും ദൈവം പിന്നെ ഓർക്കത്തില്ല. ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അവ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുമെന്നാണ്. അപ്പോ ദൈവം ഏതൊരു മനുഷ്യരോടും ക്ഷമിച്ച ഏതൊരു പാപവും പിന്നീട് ദൈവം ഒരിക്കലും അത് ഓർക്കത്തില്ല. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പോൾ ദൈവം ഈ പുതിയ ഉടമ്പടി പ്രകാരം ഈ പാപങ്ങള് ഇനി ഒരിക്കലും ഓർക്കത്തില്ല. എന്നാൽ പഴയ ഉടമ്പടിയിലുള്ള പ്രത്യേകത, ഈ യാഗം കഴിക്കുന്ന മനുഷ്യൻ തന്നെ ഈ പാപങ്ങൾ പിന്നെയും അവന്റെ ഉള്ളിൽ, അവന്റെ ഹൃദയത്തിൽ, അവന്റെ ചിന്തയിൽ ഈ പാപം പിന്നെയും ഓർക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന പുതിയ ഉടമ്പടിയിലുള്ള പ്രത്യേകത, ഞാൻ നിങ്ങളുടെ അകത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, നിങ്ങളുടെ പാപങ്ങളെ ഇനി ഓർക്കത്തുമില്ല. പഴയ ഉടമ്പടിയിൽ പാപം പിന്നെ റിക്കറിങ് ആയിട്ട് പിന്നെ ഓർത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല. ദൈവം ഓർക്കുന്നില്ല, മനുഷ്യൻ ഓർക്കേണ്ട ആവശ്യമില്ല. ദൈവം ക്ഷമിച്ച ഒരു പാപം പോലും പിന്നീട് ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിന് ബോധം വരുത്തത്തില്ല. നേരെ മറിച്ച് പിശാചി ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ആ ചിന്തകൾ കൊണ്ട് നമ്മളെ അസ്വസ്ഥരാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം ക്ഷമിച്ച എത്ര കൊടിയ പാപങ്ങൾ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും ദൈവം ഒരിക്കലും പിന്നെ ആ പാപങ്ങൾ നമ്മളോട് ഓർക്കത്തില്ല. ദൈവം അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനായി പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. ദൈവത്തിന്റെ കരുണ നിമിത്തമാണ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതും ആ പാപങ്ങളെ ഓർക്കാതിരിക്കുന്നതും. അതിന്റെ അടുത്ത വാക്യം നമ്മൾ 19-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും, അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയാം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴി. നമ്മള് പഴയ വഴി, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്ന പഴയ ആ പ്രമാണപ്രകാരമുള്ള വഴി എന്ന് പറയുന്നത്
ഒരു തിരശീലയിൽ കൂടിയായിരുന്നു. തിരശീലയുടെ അപ്പുറത്തായിരുന്നു അതിവിശുദ്ധ സ്ഥലം എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ തിരശീല ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് തിരിച്ചിരുന്നു, മറച്ചിരുന്നു. അപ്പോൾ ഈ പഴയ പ്രമാണത്തിലുള്ള മഹാപുരോഹിതൻ ഈ തിരശീലയുടെ അപ്പുറത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ കടന്നു പോയിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു ആ കട്ടിയുള്ള ദേവാലയത്തിലെ തിരശീലയിൽ കൂടി അല്ല പ്രവേശിച്ചത്. നേരെ മറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടിയാണ് ഈ ജീവനുള്ള പുതിയ വഴി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു, ദൈവപിതാവിന്റെ യേശുവിനെ കുറിച്ചുള്ള ഇഷ്ടം എന്ന് പറയുന്നത് യേശുവിനെ തകർക്കുക എന്നുള്ളതാണ്. ആ ഇഷ്ടമാണ് ക്രൂശിൽ പൂർത്തീകരിച്ചത്. ആ ഇഷ്ടം ആണ് മറ്റുള്ളവർ തന്നെ നിന്ദിച്ചതും പരിഹസിച്ചതും മുഖത്ത് തുപ്പിയതും തന്റെ സ്വന്തക്കാർ പോലും തന്നെ ഇവന് ബേൽസെബൂല് ഭൂതമുണ്ടെന്നും അല്ലെ ഇവന് മാനസിക തകരാറുണ്ടെന്നും ഒക്കെ പറഞ്ഞതെല്ലാം പിതാവ് പുത്രനെ തകർത്ത് തകർക്കുന്നതിന്റെ ഭാഗങ്ങളായി. അങ്ങനെ തകർക്കപ്പെട്ടത് കൊണ്ട് ആ തകർക്കലിലൂടെയാണ് യേശുക്രിസ്തു പിതാവിന്റെ ഇഷ്ടം തന്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ചത്. ദൈവത്തെ, യേശുക്രിസ്തുവിനെ പിൻപറ്റാൻ മനസ്സ് വെക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെ തകർക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ തകർക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവം എന്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഓരോ വഴികളിൽ കൂടെ നമ്മളെ നടത്തുകയും നമുക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന പല സാഹചര്യത്തിലൂടെ, അല്ലെങ്കിൽ അത് സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എല്ലാം ഉള്ള അസ്വസ്ഥതകളിൽ കൂടെ എന്ന് നമുക്ക് പ്രയാസം തോന്നുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് തോന്നുന്ന അനേക കാര്യങ്ങളിലൂടെ നാം നടക്കേണ്ടി വരുന്നതിന് കാരണം പിതാവ് പുത്രനായ യേശു ക്രിസ്തുവിനെ തകർത്തതുപോലെ നാമും തകർക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ തകർക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഒരു പണി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഒന്നിനെ ഒരു ദൈവം ഇപ്പോ ഒരു വീട് പണിയാണ് സങ്കല്പിക്കുക. ആ ദൈവം ഒരു വീട് പണിയുവാണെങ്കിൽ ഉള്ള വീടിനെ കുറച്ച് പുതിയ പെയിന്റ് ഒക്കെ അടിച്ച് അല്ലെങ്കിൽ അതിന്റെ ജനല കട്ടിലൊക്കെ മാറ്റിയിട്ട് ചെയ്യുക എന്നുള്ളതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഉള്ളതിനെ ഇടിച്ച് കളഞ്ഞിട്ട് ദൈവത്തിന്റെ താല്പര്യപ്രകാരം ദൈവം തന്നെ അടിസ്ഥാനമിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു വീട് പണിയുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തകർക്കലും പൊളിക്കലും അല്ലെങ്കിൽ ഈ ഇടിച്ചു കളയലും ക്രിസ്ത്യ ജീവിതത്തിൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ അങ്ങനെയുള്ള വഴികളിൽ കൂടെ കടത്തിവിടുന്നത്. അത് യേശു ക്രിസ്തു തകർക്കപ്പെട്ടതുപോലെ നാം തകർക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ കഴിവുള്ളൂ എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ 19ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടിയാണ് നമുക്കൊരു ജീവനുള്ള പുതുവഴി പ്രതിഷ്ഠിച്ചത്. ആ ദേഹം, യേശുക്രിസ്തുവിന്റെ ദേഹം, ആ വിശുദ്ധ സ്ഥലത്തെ തമ്മിൽ വേർതിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന ആ തിരശീലയോട് തുല്യപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടത് ആ തിരശീല, കട്ടിയുള്ള തിരശീല ചീന്തപ്പെട്ടതുപോലെയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ അനേക കാര്യങ്ങൾ സംഭവിച്ചതിൽ ഒരു കാര്യം, യേശുക്രിസ്തു ക്രൂശിലായിരുന്നു. യേശുക്രിസ്തു തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് സംഭവിച്ച കാര്യം, അവിടെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. പിന്നെ അനേക പാറകൾ പിളർന്നു. ഇതെല്ലാം ആത്മീയമായിട്ട് വലിയ സത്യങ്ങളുള്ള കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ പിളരാത്ത ഒരു പാറ പോലും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. യേശുക്രിസ്തു മരിച്ചപ്പോൾ സംഭവിച്ച കാര്യം, പാറകൾ പിളർന്നു. 3 മണിക്കൂർ നേരം ദേശത്തെല്ലാം അന്ധകാരമുണ്ടായി. അതിനേക്കാളെല്ലാം പ്രധാനമായിട്ട് സംഭവിച്ച കാര്യം, മന്ദിരത്തിലെ തിരശീല മോൾ മുതൽ അടി വരെ 2 ആഴ്ചയിൽ പോയി.
അപ്പൊ ആ യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന തിരശ്ശീല ചീന്തപ്പെട്ടതിന്റെ ഒരു നേർ ചിത്രമാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ആ യെരൂശലേം ദേവാലയത്തിൽ നാം പോയി നോക്കുവാണെങ്കിൽ ഈ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ആ തിരശ്ശീല അവിടെ ഇല്ല. അത് ചീന്തപ്പെട്ടു. ആ ചീന്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം, നമുക്ക് പ്രാകാരത്തിൽ നിന്നൊരു മനുഷ്യൻ നോക്കുവാണെങ്കിൽ പ്രാകാരത്തിൽ നിൽക്കുന്ന മനുഷ്യന് പോലും ആ അതിവിശുദ്ധ സ്ഥലം കാണാൻ കഴിയും. അവിടെ പ്രവേശിക്കണമെങ്കിൽ വേറെ നടപടികളുണ്ട്. എന്നാൽ പ്രാകാരത്തിൽ നിൽക്കുന്ന മനുഷ്യന് പോലും ആ അതിവിശുദ്ധ സ്ഥലം കാണത്തക്ക രീതിയിൽ ഈ അതിവിശുദ്ധ സ്ഥലത്തെ വേർതിരിച്ചിരുന്ന കട്ടിയുള്ള തിരശ്ശീല യേശുക്രിസ്തുവിന്റെ മരണത്താൽ ചീന്തപ്പെട്ടു. ആ തിരശ്ശീലയിൽ കൂടിയല്ല, നേരെ മറിച്ച് യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടിയാണ് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത്. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് ഈ തിരശ്ശീലയിൽ കൂടിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത് ആ തിരശ്ശീലയിൽ കൂടെയല്ല, തന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തി. ആ ദേഹം എന്ന തിരശ്ശീല ചിന്തപ്പെട്ടിട്ട് അതാണ് യേശുക്രിസ്തു അഡോപ്റ്റ് ചെയ്ത, യേശുക്രിസ്തു ഇനാഗുറേറ്റ് ചെയ്ത, യേശുക്രിസ്തു ഉദ്ഘാടനം ചെയ്ത പുതിയ വഴി എന്ന് പറയുന്നത്. എവിടേക്കുള്ള പുതിയ വഴി? പിതാവിന്റെ സന്നിധിയിലേക്കുള്ള, അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പുതിയ വഴി എന്ന് പറയുന്നത് തന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ അതിവിശുദ്ധ സ്ഥലത്ത് എത്താൻ താല്പര്യമുണ്ടെങ്കിൽ, അതിവിശുദ്ധ സ്ഥലത്ത് എത്താൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പിതാവിന്റെ സന്നിധിയിൽ നാം എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശു ഇനാഗ്രേറ്റ് ചെയ്ത, യേശു ഉദ്ഘാടനം ചെയ്ത ഈ ഒരു പുതിയ വഴിയുണ്ട്. ആ വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തി എന്നതുപോലെ നമ്മൾക്ക്, മനുഷ്യർക്ക് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഈ 3 ഭാഗങ്ങളുണ്ടെന്നാണ് നമുക്ക് അറിയാം. അപ്പൊ അതില് നമ്മുടെ ആത്മാവ് അല്ലാത്ത ബോഡിയും സോളും കൂടെ കൂടിയ ഒരു പാപിയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ സ്പിരിറ്റില്ല, ആത്മാവില്ല. ബോഡിയുണ്ട്, സോളും ഉണ്ട്. ഒരു പാപിയായ മനുഷ്യന്റെ സ്ഥിതി അതാണ്. അവന് സ്പിരിറ്റ് ഇല്ല, ആത്മാവില്ല. എന്നാൽ ഒരു ആത്മീയനായ മനുഷ്യന്റെ പ്രത്യേകത, അവന് ബോഡിയുണ്ട്, സ്പിരിറ്റ് ഉണ്ട്, സോളില്ല. സോളില്ലെന്നല്ല, സോള് ആത്മാവിന്റെ കീഴിലാണ്. ആത്മാവിനെ വിധേയപ്പെട്ടാണ് സോൾ നിൽക്കുന്നത്. ഇപ്പൊ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സംഭവിച്ച തിരശ്ശീല ചിന്തിപ്പോയി. അങ്ങനെ പുതിയ വഴി തുറന്നു. അതുകൊണ്ട് നമുക്കും പിതാവിന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി അത് മാത്രമാണ്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഈ സോളിൽ കൂടെയാണ്. ആ സോള് ചീന്തപ്പെടുക എന്നുള്ളതാണ് ആ അതിവിശുദ്ധ സ്ഥലത്ത് നമുക്കും എത്താനുള്ള വഴി. അങ്ങനൊരു വഴി, ആ വഴിയാണ് യേശുക്രിസ്തു ഉദ്ഘാടനം ചെയ്തത്. ഇനാഗ്രേറ്റ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ആ വഴിയിലൂടെയാണ് നമുക്കും ഈ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രസ്താവിച്ചത്. യേശു അങ്ങനെയാണ് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ സോളാകുന്ന, നമ്മുടെ സോൾ ചീന്തപ്പെട്ട്, നമ്മുടെ സെൽഫ് വിൽ എന്നത് ചിന്തപ്പെട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട്, അങ്ങനെ ആ സോൾ ഇല്ലാതായി, സോള് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട സോളായി തീർന്നുകൊണ്ട് ആദിവിശുദ്ധ സ്ഥലത്തേക്ക് എത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആയിത്തീരാൻ ദൈവം നമ്മളെ സഹായിക്കും.